കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോടും നിങ്ങളോടുമൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ശരിക്ക് ശിവാനന്ദൻ എന്നാണ് എൻ്റെ പേര്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി. നമ്മളിന്ന് ചിന്തിച്ചാൽ ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തരും യേശുവിനെ കണ്ടവരാണെങ്കിലും പല മുഖാന്തരത്തിലൂടെയാണ് നമ്മൾ യേശുവിനെ കണ്ടിട്ടുള്ളത്. ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ആട്ടിടയന്മാർക്ക് യേശു ജനിച്ചത് ആട്ടിടയന്മാർക്ക് മാലാഖ പ്രത്യക്ഷതമായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിദ്വാൻമാർ അറിഞ്ഞത് ഒരു നക്ഷത്രം ഉദിച്ചത് കണ്ടുകൊണ്ടാണ് വിദ്വാൻമാർ അറിഞ്ഞത്. എന്നാൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആട്ടിടയന്മാർക്ക് മാലാഖ പ്രത്യക്ഷമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ ജനനം, യേശുവിനെ അറിഞ്ഞത് രണ്ട് മുഖാന്തരത്തിലൂടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മളെല്ലാവരും യേശുവിനെ കണ്ടവരാണ്. എന്നാൽ ഓരോരുത്തരും പല സാഹചര്യത്തിലൂടെയാണ് യേശുവിനെ കാണുവാൻ ഇടയായത്. ഓരോരോ മുഖാന്തരത്തിലൂടെയാണ് യേശുവിനെ കാണുവാൻ ഇടയായത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഓരോരുത്തൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് ദൈവം അവനോട് ഇടപെടുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവസരമുണ്ടായത്. ഞാൻ മലപ്പുറത്ത്, എൻ്റെ വീട് കണ്ണൂരാണ്. ഞങ്ങൾ 4 മക്കളാണ്. ഇളയ മകനാണ് ഞാൻ. എൻ്റെ പിതാവിനൊരു ബാറ്ററിയുടെ ഷോറൂം ഒക്കെ ആയിട്ട് കണ്ണൂർ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ മലപ്പുറത്ത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കുന്നതിനുള്ള ബന്ധത്തിൽ മലപ്പുറത്ത് വെച്ചാണ് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള അവസരം ഉണ്ടായത്. വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, എങ്കിലും ഈ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും, ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ എന്നറിയപ്പെടുന്ന പോട്ട ആശ്രമം, ഈ സഹോദരൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും, നിങ്ങൾ ഒരാഴ്ച അവിടുത്തെ ഒരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ വളരെ നിർബന്ധിച്ച്, ഞാനൊരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ എന്നറിയപ്പെടുന്ന അവിടെ ഒരാഴ്ചത്തെ ധ്യാനമാണ്. അതായത് ഒരു ശനിയാഴ്ച അവിടെ ധ്യാനത്തിന് കയറിയാൽ പിന്നെ ഞായറാഴ്ച ഒരാഴ്ച അവിടെ ധ്യാനമാണ്. ആ ധ്യാനത്തിന് വേണ്ടി, ധ്യാനം എന്നൊന്നും എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ക്ലാസ്സാണ്, നിങ്ങൾ അവിടെ പോയി അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കാതെയാണ് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ ഇടയായത്. അങ്ങനെ അദ്ദേഹം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അവിടെ ഇങ്ങനെ ഒരാഴ്ചത്തെ രജിസ്ട്രേഷനാണ്. രജിസ്റ്റർ ചെയ്ത് അകത്തോട്ട് കയറിയാൽ പിന്നെ ഈ ഒരാഴ്ച കഴിയാതെ പുറത്തോട്ട് പ്രവേശനമില്ല. പുറത്തോട്ട് പ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരിച്ച് പോകുന്നേനെ. അപ്പോൾ ഈ സഹോദരൻ എന്നെ രജിസ്റ്റർ ചെയ്ത് അതിനകത്തോട്ട് കടത്തി വിട്ടു. അതിനകത്ത് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ക്രിസ്ത്യാനികളുടെ സ്ഥാപനമാണെന്ന് മനസ്സിലായി. എന്നാൽ വേറെ വഴിയൊന്നുമില്ല. അവിടെ ഒരാഴ്ച ഞാൻ അവിടെ ആയിപ്പോയി. അവിടെ അനേക സഹോദരന്മാർ യേശു രക്ഷിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം വെറുതെ പറയുകയാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു. അനേക ഹൈന്ദവ സഹോദരന്മാരൊക്കെ അവിടെ സാക്ഷ്യം പറയുന്നു, യേശു വിടുവിച്ചാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ടെന്നൊരു ചെറിയ തോന്നൽ എനിക്കുണ്ടായി. കാരണം ചില രോഗികളൊക്കെ സൗഖ്യമായത്, ചില കൈ ഒടിഞ്ഞ ചിലരൊക്കെ സൗഖ്യമായതൊക്കെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തൊക്കെ ഒരാഴ്ച അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നി ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ശരിക്കുള്ള ദൈവം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടെ നടന്നു. അങ്ങനെ ഇത് മാത്രമാണ് സത്യം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ അവിടുന്ന് തിരിച്ച് പോരുന്നത്. അങ്ങനെ എന്നെ പറഞ്ഞു വെച്ച ആ വ്യക്തിയുമായിട്ട് കാണുകയും അദ്ദേഹത്തെ ഞാൻ കെട്ടിപ്പിടിച്ച് എനിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറയുവാൻ ഇടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോയ സ്ഥലത്ത് ഇനി മേലാൽ പോകരുത് എന്ന് പറയാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഇത് ഉറക്കത്തിൽ എണീറ്റ് ചോറില്ല എന്ന് പറയുന്ന പരിപാടി ആയിപ്പോയല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് 1-ാം ക്ലാസ്സാണ്, അത് കഴിഞ്ഞ് പിന്നെ 2-ൽ മതി, പിന്നെ 1-ൽ തന്നെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം ബൈബിളിലൂടെ പല കാര്യങ്ങൾ എനിക്ക് തെളിയിക്കുവാനിടയായി. യേശു തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പല അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ മത്തായി സുവിശേഷത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ
യേശു അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ യേശു അറിയാത്ത അത്ഭുതങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. അത് പലർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലോകത്തിൽ എന്തിനെല്ലാം ഒറിജിനൽ ഉണ്ടോ ഇതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഒറിജിനൽ. അങ്ങനെ അദ്ദേഹം വളരെ വിശദീകരിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ഇടയായി. കാരണം ഇന്നത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും നമ്മൾ താരതമ്യം ചെയ്താൽ പേരുകൊണ്ടുള്ള വ്യത്യാസമല്ലാതെ പ്രവൃത്തിയിൽ വലിയ വ്യത്യാസമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ ഉണ്ണികൃഷ്ണൻ, അവിടെ ഉണ്ണി യേശു, രണ്ടും ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇവിടെ മലയാറ്റൂർ മലക്ക് പോകുന്നു, അവിടെ ശബരിമലക്ക് പോകുന്നു. ഇവിടെ പൊന്നും കുരിശുമല മുത്തപ്പ എന്ന് വിളിക്കുന്നു, അവിടെ സ്വാമിയേശ്വരനെ അയ്യപ്പ എന്ന് വിളിക്കുന്നു. ഇവിടെ ഉത്സവം, അവിടെ പെരുന്നാൾ. ഇവിടെ ഉത്സവത്തിന് വെടിക്കെട്ട്, അവിടെ പെരുന്നാളിന് വെടിക്കെട്ട്. ഇത് രണ്ടും ഒരു കൂട്ടർ തന്നെയാണ് വെടിക്കെട്ട് നടത്തുന്നത്. അപ്പോൾ പേരിലുള്ള വ്യത്യാസമല്ലാതെ ഇത് തമ്മിൽ അനേക സാമ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവൃത്തിയിൽ വലിയ വിശ്വാസമില്ല. ചിലരുടെ പേര് മത്തായി എന്നാണ്, നല്ല പേരാണ്, പക്ഷെ അവൻ കള്ള് ഷാപ്പിൽ കയറി മത്തായി ആവുകയാണ്. അങ്ങനെ പേരുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യാനിത്വമല്ലാതെ പ്രവൃത്തിയിൽ വലിയ വ്യത്യാസമില്ലെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥമായി ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് ഉപദേശിച്ചു തരികയും അങ്ങനെയാണ് ഞാൻ യഥാർത്ഥമായി ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരവസരം ഉണ്ടായത്. അതിനുശേഷം ഞാൻ തൃശ്ശൂർ മണ്ണുത്തിക്കടുത്തായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് വരികയായിരുന്നു. ഞാൻ ചില വ്യക്തികളുടെ വീടിൻ്റെ പ്ലാൻ വരക്കാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ തന്നെ പ്ലാൻ വരക്കാനുള്ള വലിയ ചുമതലയായിരുന്നു ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരുന്നത്. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ വേലക്കായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായി. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച്, ഇവിടെ കുമ്മനാട് PGയിലൊക്കെ പഠിച്ച് വേർഡ്സ് ഓഫ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ദൈവവചനം പ്രചരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ, അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളത് ഏത് മാധ്യമത്തിലൂടെ ആയാലും ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരാഗ്രഹത്തിൽ ആണ് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുറമറ്റം ചർച്ചിൽ നിന്ന് വളരെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചില CD ഒക്കെ ഞാനിവിടെ വന്ന് ഷൂട്ട് ചെയ്യുവാനിടയായിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ഒരു CD ഒക്കെ ഇവിടെ വന്ന് ചെയ്യുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അതൊക്കെ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ഇടയായി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സത്യം പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ബുക്ക് ഷോപ്പിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച് വളരെ വിഷമത്തിലിരിക്കുകയായിരുന്നു. വേറെ കൂട്ടുകാരനോടൊപ്പം അവിടെ ചെന്ന് ചില സാധനങ്ങളെന്ന് വാങ്ങാൻ ചെന്നപ്പോഴാണ് അവിടെ ഈ CD അവിടെ ഇരിക്കുന്നത് കണ്ടത്. എന്താണ് എഴുതിയിരിക്കുന്നത്? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ. ആ വാക്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്ന് ടച്ചായി. അങ്ങനെ അദ്ദേഹം ആ CD വാങ്ങിച്ചു കൊണ്ടുപോവുകയും പിന്നെ അതിലെ നമ്പർ വെച്ച് എന്നെ വിളിക്കുകയൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ആരോ പറഞ്ഞതുപോലെ ലോകത്തിൽ എവിടെയും വചനം പ്രചരിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. നമ്മൾ അത് യഥാർത്ഥമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറായാൽ, പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന ദൈവദാസൻ്റെ ഒക്കെ മെസ്സേജ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ലോകത്തിൽ എവിടെയും പ്രചരിപ്പിക്കുവാൻ ഉള്ള അവസരങ്ങളുണ്ട്. അത് നമ്മൾ പരമാവധി അത് ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ന് പരസ്യയോഗം നടത്താനോ മറ്റ് പല പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനേക ശുശ്രൂഷകൾ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഉണ്ട്. വേറെ ഉദാഹരണം കൂടി പറഞ്ഞാൽ, നമുക്കറിയാം, ഈ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു സഹോദരൻ ഇറങ്ങി തിരിച്ചു. അദ്ദേഹം ഈ വള്ളംകുളം പാലത്തിൻ്റെ അവിടെയായിട്ട് വലിയൊരു ബോർഡ് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചില വർഷങ്ങൾ മുമ്പാണ്. ഒരു സഹോദരൻ അങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇറങ്ങിയത്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ വള്ളംകുളം പാലം കഴിഞ്ഞ് ഇപ്പുറത്ത് എത്തിയപ്പോൾ ആ പുഴയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തോന്നി അവിടെ പോയി ആത്മഹത്യ ചെയ്യാമെന്നുള്ള ചിന്തയിൽ അദ്ദേഹം വള്ളംകുളം സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ ചെയ്യരുത്. അപ്പോൾ ആ സഹോദരന് അത് ഫീലായി. അങ്ങനെ അതിനകത്ത് പാസ്റ്ററുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉടനെ ആ നമ്പർ വെച്ച് കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിന് മനസ്സിലായി ആ സഹോദരൻ്റെ അത് സീരിയസ് ആണെന്നുള്ള ഇത് മനസ്സിലായി. അദ്ദേഹം ആരായിട്ടൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ
ആ സഹോദരൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ ഏത് രീതിയിലായാലും ദൈവത്തിൻ്റെ വചനം അത് പ്രചരിപ്പിക്കുവാൻ നമ്മളെക്കൊണ്ട് ആവോളം നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. നമ്മളത് ചെയ്താൽ അതിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയായി തീരും. അതുകൊണ്ട് നമുക്കിങ്ങനെ യൂട്യൂബിലുള്ള മെസ്സേജ് ആയാലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള മെസ്സേജ് ആയാലും യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരിൽ എത്തിക്കുവാൻ നമ്മൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്തദാസൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കിടന്ന, എൻ്റെ വീട് കണ്ണൂരാണ്, വടക്കേ അറ്റത്ത് കിടന്ന ഞാനും എൻ്റെ ഭാര്യ തിരുവനന്തപുരത്തുകാരിയാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും കൂട്ടിച്ചേർന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ മധ്യത്തിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ എവിടെയും പ്രചരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിച്ചു കൊള്ളുന്നു.